തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 30 ഫ്രീഡം പ്രയർ ശുശ്രൂഷയുടെ സമാപന ദിനമാണിന്ന്. കഴിഞ്ഞ ഒരു മാസം മുഴുവനും 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഈ ശുശ്രൂഷയിൽ താല്പര്യത്തോടെ, കർത്താവിലുള്ള വലിയ ആശ്രയ മനോഭാവത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ പേരില് ഈ ശുശ്രൂഷയെ സ്നേഹിച്ച് ഈ വചനങ്ങൾ ധ്യാനിച്ച് ജീവിതത്തിൽ അത് പകർത്തുവാൻ പരിശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഈ സമാപന ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകാനായിട്ടുണ്ട്. നമുക്കത് ശ്രദ്ധിക്കുവാനായിട്ട് കാത്തിരിക്കാം. അതിനു മുമ്പായി ഇപ്രകാരം ഒരു ശുശ്രൂഷ സംഭവിക്കാൻ കാരണം, ഈ സക്കറിയാസ് മിഷൻ ടീം ഞങ്ങൾ ഈ നവംബർ മാസം മുഴുവനും പ്രാർത്ഥനാ മാസമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചു. അതിന് പ്രകാരം നവംബർ മാസത്തിന്റെ ആദ്യ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷമുള്ള ഓരോ ദിവസങ്ങളും പരമാവധി പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയ്ക്കാനും പ്രാർത്ഥനയും പങ്കുവയ്ക്കലും ഒക്കെ ആയിട്ട് ഈ മാസം കടന്നു പോവുകയായിരുന്നു. അതെന്തിനു വേണ്ടിയാണ് അപ്രകാരം ഒരു പ്രത്യേക പ്രാർത്ഥനാ മാസമായി തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, അടുത്ത മാസം ഡിസംബർ മാസം മുതൽ ഞങ്ങൾ പുതിയൊരു രൂപതയിലേക്ക് സക്കറിയാസ് മിഷൻ ശുശ്രൂഷയുമായിട്ട് പോകുവാനായിട്ട് കർത്താവ് വാതിൽ തുറന്നു തന്നിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കമായിരുന്നു ഈ ഒരു മാസക്കാലം. തലശ്ശേരി അതിരൂപതയിലെ എല്ലാ ഫൊറോനകളിലും 2 തവണ സക്കറിയാസ് കൺവെൻഷൻ നടത്തുകയും അതിന്റെ ഫലമായിട്ട് 4 പ്രയർ സെന്ററുകൾ 365 ദിവസവും ദൈവസന്നിധിയിൽ 60 വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ടവര് 5-6 പേര് ഓരോ ദിവസവും കടന്നു വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥന വരുന്ന പ്രയർ ഹൗസുകൾ രൂപപ്പെടുകയുണ്ടായി. അങ്ങനെ ഈ ഒരു ശുശ്രൂഷ സക്കറിയാസ് മിഷനിലൂടെ കേരള സഭയിലെ മുഴുവൻ സ്ഥലങ്ങളിലും, മുഴുവൻ ഫൊറോനകളിലും സഭയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ഭാവികളുടെ മാനസാന്തരത്തിനായി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ രൂപപ്പെടുത്തുക, പ്രയർ സെന്ററുകൾ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഈ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അതിനായിട്ട് പുതിയ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ടീം മുഴുവനും പ്രാർത്ഥിച്ചൊരുങ്ങുന്നതിനിടയിലാണ് കർത്താവ് ഇപ്രകാരം ഒരു ശുശ്രൂഷയെ കുറിച്ചുള്ള ചിന്ത പകർന്നു തന്നത്. ഫ്രീഡം പ്രയർ. ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ബന്ധനങ്ങൾ, പൈശാചിക സ്വാധീനങ്ങള് കർത്താവിന്റെ കൃപയിൽ ജ്വലിക്കുന്നതിന്, അഭിഷേകത്തിൽ ശക്തി പ്രാപിക്കുന്നതിന്, ശുശ്രൂഷയിൽ കൃപാവരങ്ങൾ നിറയുന്നതിന് തടസ്സമായിട്ട് ഏതെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം നീങ്ങുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണം വഴി വേർപെട്ടു പോയവരോട് ചേർന്ന്, അവർക്ക് വേണ്ടിയും അവരോട് ചേർന്നും പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ശുശ്രൂഷയെ രൂപപ്പെടുത്തുകയായിരുന്നു. തുടങ്ങിയപ്പോൾ യാതൊരു വ്യക്തതകളും ഇല്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, കർത്താവ് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് പൂർത്തിയാക്കാൻ കർത്താവ് കൃപ തരും. നിങ്ങൾ കണ്ടു, ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിലെല്ലാം ആത്മാർത്ഥമായി ശുശ്രൂഷയിൽ പങ്കെടുത്തവർ മനസ്സിലാക്കി, നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദൈവഹിത പ്രകാരം ജീവിച്ചു മുന്നോട്ട് പോകുവാനായിട്ട് സഹായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും ചെറിയ സമയം കൊണ്ട് നമ്മൾ ധ്യാനിച്ച് ചിന്തിച്ച് കടന്നു പോയത്. പ്രിയപ്പെട്ടവരെ, എല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈശോയാണ് എല്ലാം ചെയ്തത്. അവിടുത്തെ കരങ്ങളിലെ എളിയ ഉപകരണം മാത്രമാണ് ഞാനെന്ന സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏറ്റു പറയുകയാണ്. ബുദ്ധിയിൽ നിന്നോ പഠിച്ച അറിവിൽ നിന്നോ അല്ല ഒന്നും പറഞ്ഞത്. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളെ പരിശോധിച്ചാൽ അത് സഭയുടെ പഠനത്തിനും നമ്മുടെ പാരമ്പര്യത്തിനും നമ്മുടെ വിശ്വാസത്തിനും നിരക്കാത്തതൊന്നും അതിലില്ലായിരുന്നു. എനിക്ക് തന്നെയും അതിശയമുളവാക്കുന്ന കാര്യമാണത്. കർത്താവ് കഴിഞ്ഞ 30 വർഷക്കാലം എന്നെ ഈ ശുശ്രൂഷയിൽ നയിച്ചത് മുഴുവനും പ്രകാരമായിരുന്നു. തലശ്ശേരി അതിരൂപതയിലെ ഫാമിലി അപ്പോസ്തലേറ്റിന്റെ ഡയറക്ടറും ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടറുമായ ജോബി അച്ഛനോടൊപ്പം ഇരിട്ടിപ്പള്ളിയിൽ ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 5:30 വരെയുള്ള സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചും ജപമാല അർപ്പിച്ചും കുരിശിന്റെ വഴി ചൊല്ലിയും ഈശോയെ ദിവികാരിണി ഈശോയെ ആരാധിച്ചും ഞങ്ങൾ ദൈവസന്നിധി ചെലവഴിക്കുകയാണ്. വന്ന് പങ്കെടുക്കാൻ സാധിക്കുന്നവരെല്ലാം ഞങ്ങളുടെ കൂടെ വരാം. അല്ലാത്തവരവിടെ ഇരുന്നുകൊണ്ട് ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കും അഭിഷേകത്തിൽ ഒരു പങ്ക് കർത്താവ് തരും. നിങ്ങൾക്കായും നിങ്ങളുടെ നിയോഗങ്ങൾക്കായും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു. കേവലം നവംബർ മാസം മാത്രം ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തുടർന്നും ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുകയും അവരത് കേൾക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. കാരണം
അനേകർക്ക് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും മാറ്റങ്ങൾ വരുത്താനും ശരിയായ പാതയിൽ നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനും അത് സഹായകമാകുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരമാവധി നിങ്ങൾക്കറിയാവുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ ലിങ്കുകൾ ഷെയർ ചെയ്ത് അനേകരിത് കാണുവാനായിട്ട് ഇടവരുത്തുമ്പോൾ സുവിശേഷ പ്രഘോഷണം തന്നെയാണ് ചെയ്യുന്നത് എന്ന സത്യം ഓർക്കാം. അപ്പം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ അമർത്തി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ബെൽ ബട്ടൺ കാണാം. ആ ബെൽ ബട്ടണിൽ അമർത്തുമ്പം ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്നിടത്ത് ടച്ച് ചെയ്താൽ ഈ ചാനലിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും സന്ദേശങ്ങളും നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വന്നുകൊള്ളും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്ന വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യമാണ്. നമുക്കത് വായിക്കാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. വചനം ഇതാണ്: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്ന് പറയുമ്പം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ആരാണ്? പിതാവായ ദൈവം. പിതാവായ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പം ആ ആത്മാവ് ഏതാണ്? പരിശുദ്ധാത്മാവാണ്. വചനം പറയാണ്, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ ശരീരങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്യും. അപ്പൊ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ, നിത്യജീവൻ നമുക്ക് ലഭിക്കാൻ ഇടയാക്കുന്നത് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നത്. അവന്റെ ചിന്തകളെ, മനസ്സിനെ, ആത്മാവിനെ, ശരീരത്തെ, അവനായിരിക്കുന്ന അവസ്ഥയെ ഈ ദൈവത്തിന്റെ വഴിയിലൂടെ, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നയിച്ച്, പ്രചോദിപ്പിച്ച് നയിച്ച് നിത്യതയിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഈ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മൾ എന്തുമാത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് ഈ ലോകത്തിലെ പ്രതിസന്ധികളെ ജീവിക്കാൻ സാധിക്കും. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ജയിക്കാൻ സാധിക്കും. പാപത്തോട് ഒരു അറപ്പും വെറുപ്പും അകൽച്ചയും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉളവാക്കും. അങ്ങനെയാണ് നാനാവിധ പ്രതിസന്ധികളും പലതരത്തിലുള്ള പ്രലോഭനങ്ങളും എല്ലാം നിറഞ്ഞ ഈ ലോകത്ത് ഒരു മനുഷ്യ വ്യക്തിക്ക് ദൈവത്തിലേക്ക് നോക്കി വഴി തെറ്റാതെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് ജനിക്കുമ്പോഴേ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ട് നൽകുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിലോ നമ്മുടെ ഉള്ളിൽ തിന്മയോട് ഒരു ജാഗ്രത, ഈ ലോക മോഹങ്ങളോട് ഒരു അകൽച്ച പരിശുദ്ധാത്മാവ് തനിയെ നമ്മളിൽ ഉളവാക്കിക്കൊള്ളൂ. നമ്മളൊരു നല്ല ധവള വസ്ത്രമൊക്കെ ഇട്ട്, വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും അതിൽ അഴുക്ക് പറ്റാതിരിക്കാൻ. നമ്മൾ എവിടെയെങ്കിലും ചെന്നിരുന്നാൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കും. അതിൽ ചെളി പറ്റിയാൽ പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ വ്യാപരിക്കും. എവിടെയായിരുന്നാലും ശ്രദ്ധിക്കും. ഇതുപോലെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ്, പരിശുദ്ധിയുടെ ആത്മാവ് നമ്മളില് ഈ കളങ്കങ്ങൾ പെടാതിരിക്കാനായിട്ട് നമ്മുടെ മനസാക്ഷിയിൽ, നമ്മുടെ മനസ്സിൽ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഈ ലോകത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ, ജീവിത വ്യഗ്രതകള്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഗ്രസിക്കുന്ന, അല്ലെ തളർത്തിക്കളയുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടാകും. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ, അദൃശ്യമായ ആത്മാവിനെ, അരൂപിയായ പരിശുദ്ധാത്മാവിനെ നമ്മൾ മറന്നുപോയി വിസ്മരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സഭയിൽ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രസാദപരത്തെ നമുക്ക് എപ്പോഴും തരാനായിട്ട് സഭയെ ദൈവം സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്. ഒരു തെറ്റ് സംഭവിച്ച ഉടനെ പോയി കുമ്പസാരിച്ച് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ തിരിച്ചു പിടിക്കാനായിട്ട്, വീണ്ടും ഉജ്ജ്വലിപ്പിക്കാനായിട്ട്, കൂടെ കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് സഭയിൽ അവസരമൊരുക്കി തരുന്നത്. അവിടുന്ന് നമ്മിൽ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നൽകുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്.
അവിടുന്ന് നമ്മിൽ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നൽകുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം മാമോദീസായിലൂടെ സംഭവിച്ചത് അതാണ്. മുദ്ര പതിപ്പിച്ചു, യേശു ക്രിസ്തുവിന്റെ മുദ്ര പതിപ്പിച്ച് യേശുവിന്റെ സ്വന്തമാക്കി നമ്മളെ മാറ്റി. രണ്ടാമത്തെ കാര്യമാണ് അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. അച്ചാരം എന്ന് പറയുന്നത് നമുക്കറിയാം അഡ്വാൻസ് ആണ്. ഒരു വസ്തു സ്വന്തമാക്കുന്നതിന് അച്ചാരമായിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത്. അത് മുഴുവനായി സ്വന്തമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുഴുവൻ തുകയും കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെ നമ്മിൽ ജ്വലിപ്പിച്ച് അഭിഷേകത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരേണ്ടത് നമുക്ക് സ്വർഗം അല്ലെങ്കിൽ നിത്യജീവൻ സ്വന്തമാക്കുവാനായിട്ട് ആവശ്യമാണ്. അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നത്: ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുമ്പിൽ വരണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരാതെ ആർക്കും ഒഴികഴിവില്ല. കാരണം നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്താലാണ്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് എഫെസോസ് 2:10 നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ പ്രത്യേകമായി ദൈവം നമ്മളിലൂടെ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ദൈവത്താൽ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട നമ്മൾ അവസാനം ദൈവത്തിന്റെ ന്യായാസനത്തിൽ നമ്മുടെ ശാരീരികതയിൽ നമ്മൾ ചെയ്ത നന്മ തിന്മകൾക്ക് പ്രതിഫലം നേടാനായി നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അന്ത്യവിധിയെ കുറിച്ച് ഈശോ വിവരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ്. കർത്താവ് നമുക്ക് നൽകുന്ന പ്രതിഫലമാണ്. ഈ ലോകത്തിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികൾക്കും കർത്താവിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമായ പ്രതിഫലമുണ്ട്, നിത്യജീവനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ തിന്മകൾക്കും അതിൻ്റെതായ പ്രതിഫലവും തീർച്ചയായിട്ടും ഉണ്ട് എന്ന സത്യം ഓർത്തുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് നിത്യജീവനെ ലക്ഷ്യം വെച്ച് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടോ അത്രയും കാലം ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് ജീവിക്കാം, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് നമുക്ക് ജീവിക്കാം. അങ്ങനെ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും പരിശുദ്ധാത്മാവ് പകരപ്പെട്ട് ഇനിയും ഈ സത്യങ്ങളൊന്നും അറിയാതെ ജീവിക്കുന്ന, ദൈവത്തെ മറന്നു ജീവിക്കുന്ന അനേകരെ ഈ നിത്യജീവനിലേക്ക് പ്രതിഫലം ഒരുക്കി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നയിക്കത്തക്ക രീതിയിൽ ആത്മാവിൽ നിറഞ്ഞ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെയും ഈ ആത്മാവിന്റെ നിറവിലേക്ക് നയിക്കാനായിട്ട് കടപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളാലാവും വിധം ചെയ്തുകൊണ്ട് നമുക്കൊന്നിച്ച് നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാ ദിവസവും ശുശ്രൂഷയുടെ അവസാനത്തിൽ പാടി പ്രാർത്ഥിച്ചതുപോലെ ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. നമുക്ക് ആഗ്രഹത്തോടെ ഒന്നിച്ച് ആ ഈരടികള് പാടി പാടി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ശക്തി എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ എല്ലാ വ്യക്തികളിലും പടരണം. ഏതാനും വ്യക്തികളല്ല ഈശോ ആഗ്രഹിക്കുന്നത്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഒരാൾ പോലും നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലോകം മുഴുവനേക്കാളും വിലയാണ് ഒരു മനുഷ്യാത്മാവിന് ദൈവം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരും പരിശുദ്ധാത്മാവിനെ നിറയുന്നതിന് വേണ്ടി നമ്മൾ ഏത് ചെറിയ കാര്യം ചെയ്താലും ദൈവസന്നിധിയിൽ അത് വലിയ പ്രതിഫലമുള്ള പ്രവൃത്തിയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മിലും എല്ലാവരും നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിന് ശക്തി, അത്യുന്നത ശക്തി എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ
മുഴുവൻ കത്തി പടരട്ടെ. സ്തുതിച്ചാരാധിച്ച് പ്രാർത്ഥിക്കാം. ഹാലലുയ ഹാലലുയ ഹാലലുയ. മരണം വഴി വേർപെട്ട് ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നവരോട് ചേർന്ന്, സ്വർഗത്തിലായിരിക്കുന്നവരോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും പരിശുദ്ധ അമ്മയുടെ പിതാവിനോടും നമ്മുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരോടും നമ്മുടെ കാവൽ മാലാഖയോടും ചേർന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവത്തെ, നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തെ ഒന്നിച്ചു സ്തുതിച്ച് ആരാധിക്കാം. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. കർത്താവെ, ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ ആത്മാവിനെ ഇന്ന് ശക്തമായി അയക്കണമേ. ഈ സമാപന ദിനത്തില് സെഹ്യൂരുട്ടിശാലയിൽ ഉണ്ടായതുപോലൊരു അനുഭവം കർത്താവ്, ഇവര് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ഇന്ന് അങ്ങയെ ആരാധിക്കുമ്പോൾ, അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആത്മാവിന്റെ വലിയൊരു ജ്വലനം ഈ പ്രിയപ്പെട്ടവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരിലൂടെ അനേകരിലേക്ക് പരിശുദ്ധ ആത്മാവ് വ്യാപരിക്കുവാനും അനേകര് നിത്യജീവനെ കുറിച്ചുള്ള ചിന്തയുള്ളവരായി മാറുവാനും ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരായി തീരുവാനും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവര് 30 ദിവസവും നിയോഗം വെച്ച് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പീഡാസഹനത്തിന്റെ കുരിശു മരണത്തിന്റെ യോഗ്യതയാൽ ഈ ശുശ്രൂഷയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്ന്, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് സകല വിധത്തിലുള്ള തിന്മയുടെ കെട്ടുകളും പൈശാചിക സ്വാധീനങ്ങളും രോഗപീഠകളും തടസ്സങ്ങളും ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചങ്ങലകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടകൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ ഇവരുടെ പ്രിയപ്പെട്ട മരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളും കർത്താവെ, അവരുടെ കടകൾ നീങ്ങി കടങ്ങൾ പുറത്ത് സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക് നിന്നോട് അവരെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പാടി ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ.